ഉർവശിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ചിരപരിചിതമെന്ന് തോന്നിക്കുന്ന മധ്യവർത്തി മലയാളി സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ചിത്രമായിരിക്കും ഉള്ളൊഴുക്ക് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. അലൻസിയർ, അർജുൻ രാധാകൃഷ്ണൻ, ജയാക്കുറുപ്പ് തുടങ്ങിയവരെയും ടീസറിൽ കാണാനാകും. റോണി സ്ക്രൂവാലയും ഹണി ട്രഹാനും അഭിഷേക് ചൗബയും ചേർന്ന് RSVPയുടെയും മക്കഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ നേരത്തെ പുറത്തുവന്ന പോസ്റ്ററിനും പ്രൊമോ വീഡിയോയ്ക്കും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത് റെവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സജീവ് കുമാർ നായരാണ്. ജൂൺ 21-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. 2018-ൽ ആമിർ ഖാൻ, രാജ്കുമാർ ഹിറാനി എന്നിവർ അടങ്ങുന്ന ജൂറിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന സിനിസ്ഥാൻ ഇന്ത്യ തിരക്കഥാ മത്സരത്തിൽ 25 ലക്ഷം രൂപയുടെ ഒന്നാം സ്ഥാനം നേടിയ ക്രിസ്റ്റോ ടോമിയുടെ തിരക്കഥയാണ് ഇപ്പോൾ സിനിമയാകുന്നത്. ഇതേ മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് ആമിർ ഖാന്റെ നിർമ്മാണത്തിൽ ഈ അടുത്ത് പുറത്തിറങ്ങിയ വിപ്ലവ് ഗോസ്വാമിയുടെ ലാപത ലേഡീസ് എന്ന തിരക്കഥയ്ക്കായിരുന്നു. ക്രിസ്റ്റോ ടോമിക്ക് കാമുകി എന്ന ഹ്രസ്വ ചിത്രത്തിന് 63ാമത് ദേശീയ അവാർഡിൽ നോൺ ഫീച്ചർ സെക്ഷനിൽ മികച്ച സംവിധായകനുള്ള സ്വർണ്ണകമല പുരസ്കാരവും, കന്യക എന്ന ഷോർട്ട് ഫിലിമിന് 61ാമത് ദേശീയ അവാർഡിൽ നോൺ ഫീച്ചർ സെക്ഷനിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത കമല പുരസ്കാരവും ലഭിച്ചിരുന്നു. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അസോസിയേറ്റ് പ്രൊഡ്യൂസർ പഷൻ ലാൽ, സംഗീതം സുഷിൻ ശ്യാം, ഛായാഗ്രഹണം ഷെഹനാദ് ജലാൽ, എഡിറ്റർ കിരൺ ദാസ്, സിങ്ക് സൗണ്ട് ആൻഡ് സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ്, കലാസംവിധാനം മുഹമ്മദ് ബാവ, വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണക് സേവ്യർ, സൗണ്ട് റീ റെക്കോർഡിംഗ് മിസ്റ്റർ സിനോയ് ജോസഫ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആംബ്രോ വർഗീസ്, കാസ്റ്റിംഗ് ഡയറക്ടർ വർഷ വരദരാജൻ, VFX ഐഡൻ VFX ലാബ്സ്. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2006-ൽ റീ റിലീസ് ചെയ്ത ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി തിരുവോത്ത് അഭിനയ രംഗത്തെത്തുന്നത്. നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, മരിയൻ, ബാംഗ്ലൂർ ഡേയ്സ്, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ് എന്നീ ചലച്ചിത്രങ്ങൾ പാർവതി അഭിനയിച്ചു. കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2015-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്ന് എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. മികച്ച നടിക്കുള്ള 2017-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പാർവതിക്ക് ലഭിച്ചിരുന്നു.